വെക്കത്തില്ല, നിങ്ങളെ മൊബൈൽ മോശടി കയറ്റത്തില്ല. ഈ തലമുറയിൽ രൂപാന്തരപ്പെടും. തെളിവ് പറയാം. ബുദ്ധിയുള്ളവർ കണക്ക് കാണിച്ചു. കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോണം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കാര്യം പറഞ്ഞു വരാം. ഈ തലമുറ ഏറ്റവും വലിയ തലമുറ. ലോകരാജ്യങ്ങൾ എന്താ ഭയപ്പെടുന്നേ? അവർക്കെല്ലാം പിടികിട്ടി. പ്ലാമാറും ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. ഒത്തിരി പറയാനുണ്ട് ദൈവമക്കളെ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള താല്പര്യമുണ്ട്. കല്യാണ പന്തൽ വരെ റെഡി. ഇവിടെ സൈവം ഭാഷ ഇട്ട് പോലെ തമ്പുരാനോടെ തീടുന്നു ഊർത്തുകൾ അവിടെ കൂപ്പിയാർ ബെൽറ്റ് അറിയാമോ? വീടിൻ്റെ മുറ്റത്തൊരു പന്തലിട്ടാൽ ഒരു കല്യാണം നടത്താൻ പന്തലിടണം, കൺവെൻഷൻ നടത്താൻ ഇല്ലേ? അപ്പോൾ ഒരു മാവിൻ്റെ കമ്പ് തിന്നാലോ? മാവ് വെട്ടിയില്ല, കമ്പ് വെട്ടി ദൂരെ കളയും. എൻ്റെ തമ്പുരാൻ 2006 ഒരു കമ്പ് വെട്ടി ദൂരെ കളഞ്ഞു. ആ കമ്പിൻ്റെ പേരാ പ്ലൂട്ടോ. പ്രൈസ് ദി ലോർഡ്. 9ാമത്തെ ഗ്രഹം സൗരയൂഥത്തിന് പുറത്തുപോയി. എന്താ കാര്യം എന്നറിയാമോ? പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മുടക്കിയറ്റം ഉത്തരഗിരിയായ സിയോൻ പർവ്വതമെന്ന് ബൈബിൾ പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ കൂപ്പിയർ ബെൽറ്റ്. അവിടെയാണ് നക്ഷത്രങ്ങളുടെ ഫാക്ടറി. അവിടെ 10,000കണക്കിന് നക്ഷത്രങ്ങൾ പുതുതായി നിർമ്മിക്കുന്നു. എന്തിന്? ആ വിശാലമായ സ്ഥലത്ത് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആത്മമണവാളൻ തൻ്റെ സഭയെ ചേർക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൂതന്മാരെ ദൈവം തേജസ്സിൽ സൃഷ്ടിച്ചു, മനുഷ്യനെ പൊടി കൊണ്ടും സൃഷ്ടിച്ചു. ദൂതനെ തേജസ് കൊണ്ട് സൃഷ്ടിച്ചു, മനുഷ്യരെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു. പക്ഷെങ്കിൽ പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. ഇത് കണ്ടപ്പോൾ കൃപ പോയ ദൂതന് നിൽക്കാനും മേല. നമുക്കിതറിയാം. മനുഷ്യനെ പ്രലോഭിപ്പിച്ച് അവനെ കൊണ്ട് പാപം ചെയ്യിച്ചു. യഹോവയായ ദൈവം ഇറാഖിലെ ബാബിലോണിയ തീരത്തുള്ള ഏദൻ തോട്ടത്തിൽ ഇറങ്ങി 3 പ്രവചനങ്ങൾ നടത്തി. 3 പ്രവചനം ഏദൻ തോട്ടത്തിൽ നടത്തി. ഒരു പ്രഖ്യാപനം സ്വർഗത്തിൽ നടത്തി. ഭൂമിയിൽ നടത്തിയ 3 പ്രവചനം. 1, സർപ്പം സാത്താനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. 2, പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു, കഷ്ടതയോടെ നിങ്ങൾ ഉപജീവനം കഴിക്കും, നിങ്ങളുടെ സന്തതി. 3, നീ പൊടിയാകുന്നു, പൊടിയിൽ നിന്ന് നിന്നെ എടുത്തു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. ഈ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞുവെങ്കിൽ സ്വർഗത്തിലൊരു പ്രഖ്യാപനം നടത്തി. അത് പിന്നീട് തിരുവചനത്തിൽ രേഖപ്പെടുത്തി. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്. വെളിപ്പാട് 13:8. ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടത് AD 30-ലല്ല, ലോകസ്ഥാപനത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ട് എന്തിനെ? സർപ്പത്തിന്റെ തല തകർക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലസമ്പൂർണത വന്നപ്പോൾ യഹോവയായ ദൈവം ഒരു മതത്തെ രക്ഷിക്കാനല്ല, ഒരു ജാതിയെ രക്ഷിക്കാനല്ല, മനുഷ്യവർഗത്തെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മനുഷ്യനായി അവതരിച്ചു. അത് കർത്താവായ യേശു പെന്തിക്കോസ്തുകാരുടെ ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. ആകമാന മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാര മാർഗം അവന്റെ പുത്രനായ ക്രിസ്തു. കാൽവറിയിൽ അവൻ യാഗമായപ്പോൾ 1ാമത്തെ പരിപാടി സർപ്പത്തിന്റെ തല തകർത്തില്ല, പക്ഷെങ്കിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ദേവദാസന്മാർക്ക് വചനമറിയാം. കൊലോസ്യർ 2:13. അതാർക്ക് ബാധകം? ആ രക്തത്തിൽ കൂടി പാപക്കറ മാറിയവർക്ക്. സ്തോത്രം. കണക്റ്റഡാ. AC കോച്ചിൽ യാത്ര ചെയ്യണമെങ്കിൽ AC ടിക്കറ്റ് വേണം. ഇതുപോലെ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ വിശ്വാസത്താൽ വീണ്ടും ജനിച്ച് പാപക്കറ മാറിയവർക്കുള്ള 1ാമത്തെ അനുഗ്രഹം. അവരുടെ മേൽ ഈ വാഴ്ച അധികാരവും ഇല്ല. അല്ലാത്ത സകലത്തിന്റെ മേലും അധികാരമുണ്ട്. പ്രകൃതിയുടെ മേൽ, ഗോളത്തിന്റെ മേൽ, വെള്ളങ്ങളുടെ മേൽ, മലകളുടെ മേൽ എല്ലാം അവൻ അധികാരമുള്ളപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുള്ള ശരീരത്തിന്മേൽ ഈ ശക്തിയില്ല. അടുത്തത് കേട്ടോണം. 2, കഷ്ടത. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് കഷ്ടത ഒരു വരമായിട്ട് മാറ്റി. സന്തോഷത്തോടെ സ്തുതിച്ചേ. കഷ്ടത ഒരു വരമാക്കി മാറ്റി. 3, സ്തോത്രം, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് ചേരും. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പാടിയത്, അവർ പൊടി എന്നവൻ ഓർക്കുന്നു. വീണ്ടും തൻ്റെ സഹോദരന്റെ ശവം സംസ്കരിച്ചപ്പോൾ മോശയും പാടി, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. എന്നാൽ അന്ത്യകാലത്തിന്റെ പ്രവാചകനായ ദാനിയേലിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി, അങ്ങനെ പൊടിയിൽ തീരുവെന്നല്ല എന്ന് പറഞ്ഞത്, നീ പൊടിയിലേക്ക് ചേരും. എങ്കിൽ ദാനിയേൽ കൂടി വെളിപ്പെടുത്തി, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ഹല്ലേലൂയ നിത്യ ദണ്ഡനത്തിനായും ഉണരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൊടിയിൽ തീരുകയല്ല, പൊടിയിൽ ചേർന്നവരിൽ ചിലർ നിത്യജീവനായി ഉണരും, ചിലർ നിത്യദണ്ഡനത്തിനായി വരും. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ചവർക്ക് ദൈവമക്കൾ എന്നതിനേക്കാൾ കൂടി ഒരു പദവി തന്നു. അലങ്കാര ഭാഷയിൽ ക്രിസ്തുവിന്റെ മണവാട്ടി. അനുഭവമുള്ളവർ മാത്രം കാര്യങ്ങളെ ഓർത്തിക്കേ. മണവാളൻ 7 യോഗ്യത. മണവാട്ടിക്ക് 7 യോഗ്യത വേണം. ഇല്ലേ മണവാളൻ കൊണ്ടുപോകത്തില്ല. നമുക്കറിയാവില്ല മണവാളന്റെ 7 യോഗ്യത. 1, വചനം മാംസമായി.
സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയാകുന്ന ദൈവവചനം മജ്ജയും മാംസവും എല്ലും തൊലിയുമുള്ള ശരീരമായി. നമ്പർ 1. നമ്പർ 2, പാപം ഇല്ലാതെ ജീവിച്ചു. സ്തോത്രം. 3, താൻ പാപമില്ലാതെ ജീവിച്ചെങ്കിൽ താൻ പാപിയെ സ്നേഹിച്ചു. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ കിടക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സമാധാനമില്ലാതിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സുഹൃത്തെ, യേശു താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ അവന്റെ യോഗ്യത. 4, താൻ ദൈവമാണെന്ന് ഇവിടെ തെളിയിച്ചു. എല്ലാത്തിന്മേലും തനിക്ക് അധികാരം. പ്രകൃതിയുടെ മേൽ അധികാരം, കൊടുങ്കാറ്റിന്റെ മേൽ അധികാരം, ഭൂതങ്ങളുടെ മേൽ അധികാരം, കുഷ്ഠരോഗത്തിന്മേൽ അധികാരം, മരണത്തെ ഉയർപ്പിച്ചു മരണത്തിന്മേൽ അധികാരം. എന്താ തെളിയിച്ചു? 5, അവസാന രക്തവും പാപികൾക്ക് വേണ്ടി ഒഴുക്കി. 6, മരണം കൊണ്ടവനെ തീർക്കാൻ പറ്റില്ല, ഉയർത്തു. 7, സ്വർഗാരോഹണം ചെയ്തു. ഈ മണവാളൻ ഇതാ ഈ തലമുറയിൽ വരുന്നു തന്റെ കാന്തയെ സ്വീകരിക്കാൻ. സന്തോഷമില്ലാത്തവരെല്ലാം ദൈവത്തെ സ്തുതിച്ചേ. 3 പേരേ ഉള്ളൂ, കുഴപ്പമില്ല. ബാക്കി സന്തോഷമുള്ളവരൊന്ന് സ്തുതിച്ചേ. മണവാട്ടിക്ക് കൊണ്ട് യോഗ്യത. ഏത് ചെറുക്കനും പെണ്ണിനെ ആഗ്രഹിക്കുന്നത് സുന്ദരിയായിരിക്കണമെന്നാ അല്ലേ? അതിനായി പെണ്ണ് കാണാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവായ യേശുവിനും വേണം തൻ്റെ കാന്ത സുന്ദരിയായിരിക്കണം. ചെറിയ സൗന്ദര്യം മുമ്പേ പറഞ്ഞാലേ 16,000 കൊടുത്ത് പെയിന്റ് അടിച്ച സൗന്ദര്യമല്ല, ഒറിജിനൽ സൗന്ദര്യമുള്ള കാന്തയെ കർത്താവ് സ്വീകരിക്കത്തുള്ളൂ. ആ സൗന്ദര്യം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ ക്രൂസൈഡ് അതിനാ, വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അങ്ങനെ വിശുദ്ധന്മാരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. ജീവിതത്തിന്റെ വിശുദ്ധി. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഒന്നാമത്തെ യോഗ്യത വിശുദ്ധി. 2, വിദ്യാഭ്യാസം വേണം. കാന്തയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടോ എന്നാ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടേ ഞാനൊരു പുസ്തകം വായിച്ചതാ. ഒരു പ്രമുഖ ക്രൈസ്തവ സഭയിലെ ബിഷപ്പിൻ്റെ ഒരിക്കൽ ആ സഭയിലെ പ്രമുഖ ഒരാൾ എന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ മോൻ കല്യാണപ്രായമായി, അങ്ങ് തന്നെ ഒരു ചെറുക്കനെ കാണിച്ചു തരണം. പുള്ളിക്ക് രസമായി. എന്തോ അതിൻ്റെ ഡിമാൻഡ്. അതോ മോൻ 25 വയസ്സാ, കൃത്യ 20 വയസ്സ് വേണം പെണ്ണിന്. പുള്ളി അത് എഴുതി. പിന്നെ ചോദിച്ചു, അടുത്ത തന്നെതാ, അങ്ങേക്ക് അറിയാമല്ലോ എൻ്റെ മോനെ കണ്ടാ സുന്ദരനാ, ഒരു നല്ല സുന്ദരി പെണ്ണാണ്. പുള്ളി അത് എഴുതി. ഇനി വല്ലതും ഉണ്ടോ? ഉണ്ട്. എൻ്റെ മോൻ പട്ട് സ്വഭാവമാണ്, അതുപോലെ ഒന്നിനെ കിട്ടണം. അത് എഴുതി. ഇനി വല്ലതും ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് 10-30 ഏക്കർ റബ്ബർ ഉള്ളതാ, അതിന് തക്കവണ്ണം ഇച്ചിരി വല്ലതും കിട്ടുന്നിടത്തുനിന്ന് വേണം. പുള്ളി അത് എഴുതി. ഇനി വല്ലതും ഉണ്ടോ? ഉണ്ട്. എൻ്റെ മോൻ MSc-കാരനാ, ഒരു BSc-കാരത്തിയിലും വേണം. അതും പുള്ളി എഴുതി. ഇനി വല്ലതും ഉണ്ടോ? ഒന്നുകൂടെ ഉണ്ട്. എന്നാ, ഞങ്ങൾ നല്ല കുടുംബക്കാരാ, ഒരു കുടുംബക്കാരത്തിയെ വേണം. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല. ഇത്ര എഴുതി വായിച്ചിട്ട് പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഇങ്ങനത്തെ ഒരു പെണ്ണുണ്ടായിരുന്ന ഞാൻ ഈ കുപ്പായി ഇടുകയില്ല. അങ്ങനെ ഒന്നും ഈ ലോകത്തിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ക്രിസ്തുവിന്റെ കാന്തയ്ക്ക് 7 സ്വഭാവമുണ്ട്. 1, അവൾ വിശുദ്ധിയാണ്. 2, അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. എന്നാന്നറിയാവോ? ക്രിസ്തുവിന്റെ പരിജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർ 1:10 ക്രിസ്തുവിന്റെ പരിജ്ഞാനം. 3, അവൾക്ക് നല്ല ധനം വേണം. ആ ധനത്തിന്റെ പേരാണ് കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ഞങ്ങൾ ജീവിക്കുന്നത്. 4, ക്രിസ്തുവിന്റെ കാന്തയെക്കുറിച്ച് ക്രിസ്തുവിന് വളരെ നിർബന്ധമാണ്. സംസാരിക്കുന്നവളെ വേണ്ട, പാടുന്നവളെ മതി. കാരണം സ്വർഗത്തിൽ ചെന്ന പാട്ടേ ഉള്ളൂ, സംസാരമില്ല. ക്രിസ്തുവിന്റെ കാന്തയുടെ പാട്ടിന്റെ പേരാ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. 5, ക്രിസ്തുവിന്റെ കാന്ത ആരോഗ്യവതിയാകണം. വഴിയെ പോകുന്ന രോഗമൊന്നും കയറി പിടിക്കരുത്. അതിനു വേണ്ടിയതാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. 6, കർത്താവിന് നിർബന്ധം ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും കാന്തയെ കാണണം, നീളം വേണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ജീവനുള്ള പ്രത്യാശ. കരങ്ങളെ കുറിച്ച് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് അവരുടെ ശബ്ദം കേട്ടാലുണ്ടല്ലോ എൻ്റെ മണവാട്ടിയാണെന്നറിയണം. ആ ശബ്ദത്തിൻ്റെ പേരാ നിർവ്യാജ സ്നേഹം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഈ 7 യോഗ്യതയുള്ള ദൈവമക്കളെ ചേർക്കാൻ ഈ തലമുറയിൽ കർത്താവ് ഒരു എന്താ ഞാനിങ്ങനെ പറയാം. ഇനിയുള്ള സമയം അതിലേക്ക് കയറുകയാണ്. ഈ രാജ്യം ഡെവലപ്പ് ചെയ്തോന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? വലിയ കെട്ടിടങ്ങൾ തന്നെയല്ല, രാജ്യത്തിൻ്റെ പുരോഗതി കാണുന്ന റോഡാ. ഹൈവേ ഉണ്ടോ? നല്ല ഹൈവേ ആണെങ്കിൽ ആ രാജ്യം ഡെവലപ്ഡാണ്. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഹൈവേ കാണണം. 10,000-1500 കിലോമീറ്റർ നീളത്തിൽ നല്ല സുന്ദരം വഴി. നമ്മുടെയൊക്കെ ഇന്ത്യയിലും ധാരാളം നല്ല ഹൈവേ ഉണ്ട്. ഇത് പുരോഗമിച്ചുകൊണ്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഹൈവേ ഒന്നുമില്ല, ഇപ്പോൾ ഹൈവേ ഉണ്ട്. ഹൈവേ എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ. ഒരു സ്റ്റേറ്റിൽ പോരാ, അത് സ്റ്റേറ്റ് ഹൈവേയാണ്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ കൂടെ പോകുന്നതിൻ്റെ പേരാണ് NH. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട NH 47 അറിയാമല്ലോ, കന്യാകുമാരി മുതൽ സേലം വരെ. അത് ആലപ്പുഴ മുതൽ ഏതാണ്ട് പാലക്കാട് വരെ 6 വരി പാതയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചു. പിന്നെ ഞാൻ നോക്കിയ പ്രധാനപ്പെട്ട പട്ടണം തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂര്, പാലക്കാട് ടച്ച് ചെയ്ത് പോകുന്ന നാഷണൽ ഹൈവേ 47. അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. NH 220, കൊല്ലം, തേനി, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അതിൻ്റെ വ്യാപ്തി വലുതാ, അറിയാമല്ലോ. അല്ലെങ്കിൽ ദൈവസഭയാ. അതിനകത്തൊരു ഹൈവേ ഉണ്ട്. 5 ഹൈവേ ഉണ്ട്. ഒരു ഹൈവേ ഞാൻ കാണിക്കാം. അതിൻ്റെ നീളം 2800 വർഷം.
സ്തോത്രം. ആ 2800 വർഷം നിങ്ങളെ ആ റോഡിലൂടെ ഞാൻ കയറ്റാൻ പോവുക. അപ്പം നിങ്ങൾ പറയും എൻ്റെ കർത്താവ് ഈ തലമുറയെ വരും. ആ ഹൈവേ 5 ഓഫീസിൽ കയറും. വേദപുസ്തകത്തിലെ 3 ഓഫീസിലും ശാസ്ത്രജ്ഞന്മാരുടെ 2 ഓഫീസിലും ഒടി വന്ന് നിൽക്കുന്നത് 2013 വന്ന് നിൽക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഓഫീസിൽ. ആ ഹൈവേയുടെ പേരാണ് യോവേൽ പ്രവചനം. അത് ആരംഭിച്ചത് BC 800-ൽ. അതാ ഞാൻ പറഞ്ഞത് 2800 വർഷമായി. 2800 വർഷമായി. 2914 കൃത്യം പറഞ്ഞാൽ നീളമുള്ള ഒരു ഹൈവേ. അതിനകത്ത് കയറിയാൽ കാണാം എൻ്റെ കർത്താവ് ഈ തലമുറയിൽ വരുമെന്ന്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് വായിച്ച മോളെ, യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം മുതൽ 34-ാമത്തെ വാക്യം വരെ വായിച്ചട്ടെ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും. മോളെ, ഇത് പോരാട്ടമുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരുന്നെല്ലാം ശ്രദ്ധിക്കണം, അഭിഷേകത്തോടെ വായിക്കണം. കഴിഞ്ഞ ആഴ്ച ഒരു അച്ചായം വായിച്ചു കേൾക്കണോ? ഒരു പണയത്തിന് 1 കഴി ഗോതമ്പ്, ഒരു പണയത്തിന് 2 കഴി യാപം. ചോദിച്ചപ്പോൾ പുള്ളി സ്വർണ്ണം തൂക്കി എടുക്കുന്ന ആളാ, ബൈബിളിലും അതാ കൊണ്ടുവന്ന്. അങ്ങനെ പറയരുത്, കറക്റ്റായിട്ട് വായിച്ചോണം. അതിനൊന്ന് വായിച്ചേ, വേഗം വായിച്ചേ. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അത് ആദ്യം തുടങ്ങി BC 800-ൽ. ആദ്യത്തെ ഓഫീസിൽ കയറി എവിടെയാണെന്നറിയാവോ? പത്രോസ്ലീഗയുടെ ഓഫീസിൽ കയറി. പത്രോസ്ലീഗ അത് പറഞ്ഞു. പത്രോസ് അപ്പോസ്തലരുടെ പ്രവൃത്തി 2:17 പറഞ്ഞു അന്ത്യകാലത്ത്. നോക്കിക്കേ, അതിന്റെ ശേഷം BC 800-ൽ യോവേൽ പ്രവാചകൻ പറഞ്ഞത് വളരെ വേഗം AD 30-ൽ അല്ലെ 40-ൽ അല്ലെ 50-ൽ നോക്കി ആ കാലഘട്ടത്തിൽ പറയുന്നു. ഇതിന്റെ ശേഷമോ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഇതൊന്ന് വായിച്ചേ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ. ആത്മീയരുടെ കാര്യമാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അല്ല. ആത്മീയന്റെ വൃദ്ധന്മാർ കാണുന്ന സ്വപ്നം ആനകുത്താൻ വരുന്നല്ല, സ്വർഗീയമായ ദർശനം കാണും. അടുത്ത വാക്യം, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. അടുത്ത വാക്യം, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അടുത്തൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ശ്രദ്ധിച്ചില്ലേ സംഗതി പിടികിട്ടത്തില്ല. അടുത്ത വായിച്ചു. ഇത് ആത്മീയ പ്രവചന ഹൈവേ കൂടെയുള്ള യാത്രയാ. വായിച്ചേ. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അന്ത്യകാലത്ത് ഞാൻ അത്ഭുതങ്ങളെ കാണിക്കും. അടുത്തത്, രക്തവും തീയും പുകത്തൂണും തന്നെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസങ്ങളല്ല, ദിവസം. അതാണ് പറയുന്നത്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. യഹോവയുടെ ഭയങ്കരവും വലുതുമായ ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും. സൂര്യന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ചന്ദ്രൻ രക്തമായും മാറും. ഇത് പൊതുലോകത്തോടെ, ബുദ്ധിയുള്ള ലോകത്തോടെ, ശാസ്ത്ര ലോകത്തോടെ, അറിവുള്ള ലോകത്തോടെ ദൈവത്തിന്റെ മുന്നറിയിപ്പ്, ചന്ദ്രൻ രക്തമാകും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. എന്താ ചന്ദ്രൻ രക്തമാകുമോ? എന്താണ് നാസ കണ്ടുപിടിച്ചിരിക്കുന്നത്? ലോകത്തിൽ ബഹിരാകാശ സഞ്ചാരത്തിന് മുമ്പിൽ നിൽക്കുന്ന അമേരിക്കയുടെ ബഹിരാകാശ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് നാസ. അവരാണ് ഗോളങ്ങളെ, ആകാശത്തെ, നക്ഷത്രങ്ങളെ പഠിക്കുന്നത്. നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസ. അവർ പുറത്തുവിട്ട വിവരം കേട്ടോ, കമ്പ്യൂട്ടറിന്റെ അടിച്ചെടുത്തോ, നിങ്ങൾ പറഞ്ഞു കേൾക്കണം, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനകത്ത് കിട്ടും. അവർ പറയുന്നു 2014 ഏപ്രിൽ 14 മുതൽ 2016 സെപ്റ്റംബർ 16 വരെയുള്ള ഈ 2 വർഷത്തിനിടയ്ക്ക് ഈ ചന്ദ്രൻ രക്തമാകും. അതിന് അവരിട്ട പേര് കേൾക്കണോ? ബ്ലഡ് മൂൺ. പ്രൈസ് ദി ലോർഡ്. ടൈം പറഞ്ഞു 2014 ഏപ്രിൽ 16 മുതൽ 2016 സെപ്റ്റംബറിനകം ചന്ദ്രൻ രക്തമാകും. കാരണം അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ അത്ര ഗൗരവമാണ് എന്ന് പറയുമ്പോൾ 2800 വർഷം മുമ്പേ ഹൈവേ കയറിയ ദൈവമക്കൾക്ക് പിടികിട്ടി, കർത്താവിന്റെ ദിവസം വരുമ്പോൾ ചന്ദ്രൻ രക്തമാകും. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് കേട്ടോ. ഓരോ പ്രവചനവും പത്രോസ്ലീഹ പറഞ്ഞു അന്ത്യകാലത്ത് ഞാൻ ആത്മപകർച്ച നിങ്ങൾക്കറിയാൻ അനുഭവിക്കാതെ. ഈ വെൺമണി ക്രൂസേഡും ഉണർവും കൊഴിവല്ലൂർ യോഗവും അല്ലാതാ. സ്തോത്രം. ഇനിയും അടുത്ത 3-ാമത്തെ ഓഫീസ്, കർത്താവിൻ്റെ ഓഫീസിലോട്ട് കയറാം. 5 കാര്യം കർത്താവ് പറഞ്ഞു. അത് 5ഉം നിവർത്തിച്ച തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ തലമുറയിൽ കർത്താവ് വരുമോ ഇല്ലോ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. ആണ്ടും മാസവും തീയതി ഞാൻ പറയത്തില്ല, കൂട്ടിക്കോ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് 5 കാര്യം പറഞ്ഞു. വായിക്കാം. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. കർത്താവ് പറഞ്ഞ AD 30-ൽ കർത്താവ് പറഞ്ഞു. ഈ ഹൈവേയിലോട്ടാ കർത്താവും കയറിയത്. കർത്താവ് ഇത് പറയാൻ കാരണം അന്ത്യകാലത്തെ ലക്ഷണമാണ്. യോവേൽ പറഞ്ഞു രക്തം കാണും, രക്തം, തീയ്, പുകത്തൂണ്, സൂര്യൻ
ഇരുളും ചന്ദ്രൻ രക്തതുല്യമാകും. യോവേൽ പറഞ്ഞു. കർത്താവ് 5 കാര്യം പറഞ്ഞു. ഭൂമി കുലുക്കം. ഒന്നുകൂടെ വായിച്ച നമ്മളെ. വലിയ ഭൂകമ്പം, ഒന്ന് വലിയ ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധികളും. ചിന്തിക്കാം, ക്ഷാമം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. എന്താ ക്ഷാമം എന്ന് പറഞ്ഞാൽ? കർത്താവ് ഉദ്ദേശിക്കുന്ന എന്താ? പട്ടിണി എന്നല്ല. നോ, വേറൊരു ഭാഷ പറയാം. ഇന്ന് ലോകത്തിലെ 97 രാജ്യവും ജനാധിപത്യ രാജ്യമാണ്. മിക്കവാറും ഒരു രാജ്യത്തും പട്ടിണിയില്ല. പട്ടിണി കിടക്കാൻ ഒക്കത്തില്ല. ഉടനെ പ്രതിപക്ഷ ബഹളം ഉണ്ടാക്കും. നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? സത്യത്തിൽ പറഞ്ഞാൽ ഇല്ല. ഇന്ന് പട്ടിണിയല്ല, വേറെ ഒരു പ്രശ്നമുണ്ട് എല്ലാവർക്കും, ദഹനക്കേട്. അത് സ്വാഭാവിക ലോകം മുഴുവൻ. കാരണം 2000 കിലോറി ഒന്നുമല്ല, ചെല്ലുന്ന 4500 ഒരു ദിവസം. അതിൻ്റെതാണ് ആ സമയം. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയും. കഴിക്കുന്നത് നമുക്കറിയാം എത്ര കുറ്റിയാ എത്രയാണ്. അവനിങ്ങനെ ഒതുക്കി നിൽക്കുമ്പോൾ 10:30 ബാക്കിയൂടെ കൊടുക്കും. ഇവർ രണ്ടും കൂടെ വയറ്റി കിടക്കുന്ന ഉരുട്ടിപ്പിടുത്തത്തിന് ഡോക്ടറുടെ പേരാ ഗ്യാസ് അല്ലേ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബാക്കി, 3 മണിക്ക് ബാക്കി, 5-ന് ബാക്കി. അത്താഴം എന്ന് പറഞ്ഞ ഒരു ആഴം തന്നെയാണ് അല്ലേ, നമുക്കറിയാം. അപ്പൊ നോക്കിക്കേ, പട്ടിണിയല്ല. എന്നാൽ കർത്താവ് പറഞ്ഞൊരു വാക്കിനെ ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാം അനുഭവസ്ഥർ. അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കത്തുള്ളൂ. ഇതൊരു ഗ്രൗണ്ടിനകത്ത് നല്ല അന്തരീക്ഷമാണ്. കർത്താവിന്റെ ദാസനെ ഓർത്തി ഞാൻ സ്തുതിക്കും. നല്ല അന്തരീക്ഷം. ശ്രദ്ധിച്ചോണം. നിങ്ങളും ഞാനും ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത്. അതൊരു പ്രവചന നിവൃത്തി. അതിനകത്ത് കേൾക്കണമോ? വിലക്കയറ്റം. 4 വർഷമായി, 2010 മുതൽ ഇന്ന് വരെ അഭൂതപൂർവമായ വിലക്കയറ്റം. എന്തിനാണെന്ന് കേട്ടോണം. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും എല്ലാം അത്യുൽപാദന ശേഷിയുള്ളതാ. കപ്പളങ്ങ വരെ അത്യുൽപാദന ശേഷിയാ. നമുക്കറിയാം. അച്ചിങ്ങ പണ്ട അച്ചിങ്ങ, ഇപ്പൊ ആച്ചിങ്ങായ. അറിയാവോ? എന്നെ അത്ര തടിയാ. എല്ലാം അത്യുൽപാദന ശേഷിയാ. സാധനം ഇഷ്ടം പോലുണ്ട്. ഒരു സാധനവും ഇല്ലെന്ന് ഒരു കടക്കാരനും പറയത്തില്ല. പിന്നെന്താ? പൊള്ളുന്ന വില. സാധനങ്ങൾക്കൊന്നും ദൈവമക്കളെ ഒരു കുറവുമില്ല. പഴയ കാലത്താ. പുറയിരിക്കുന്ന പ്രായമുള്ള അച്ചായമാർക്കറിയാം. ഒരു കാർ വേണമെങ്കിൽ ബുക്ക് ചെയ്യണം. എത്ര നാളാ കഴിഞ്ഞ് കിട്ടുന്നത് കേൾക്കണോ? 5 വർഷം. ബുക്ക് ചെയ്യുമ്പോൾ ആ പുള്ളിക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവനെ 1-ാം ക്ലാസ് വിടുമ്പോഴാണ് കാറ് കിട്ടുന്നത്. ഇന്നും കേൾക്കണോ? ഇവിടുത്തെ എഡീഷനിൽ എനിക്ക് ഒന്നും അറിയാമില്ല. ഈ കഴിഞ്ഞ ആഴ്ച കോട്ടയം എഡീഷനിൽ വന്നൊരു പരസ്യം കേൾക്കണം. ആദ്യം പത്രത്തിൽ കണ്ടു, പിന്നെ എൻ്റെ മൊബൈലിൽ വന്നു. 1 രൂപ കൊണ്ട് ആ പുതിയ കാറ് കൊണ്ടുപോകാൻ. എൻ്റെ മൊബൈലിൽ വന്ന ബ്രിങ് 1 rupee coin ഗെറ്റ് എ ന്യൂ കാർ. അതാ കാലം അല്ലേ. പക്ഷെ വില പിന്നെ മേടിക്കുന്നത് എത്രയാണെന്ന് അവർക്കറിയാം. എത്ര മേടിക്കുന്നു അതല്ല. എന്താണ് ഈ വിലക്കയറ്റം? നോക്കിക്കേ, കോട്ടയത്തിനടുത്ത് എൻ്റെ വീട്. ഞങ്ങൾ 1000 രൂപയ്ക്ക് 12 കിലോ സവാള മേടിച്ചു. വിലക്കയറ്റം. ഞാൻ വെജിറ്റബിൾ മേടിക്കുന്ന ആ കടയിൽ ചെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ചോദിച്ചു, കുഞ്ഞേ ബീൻസിന് എന്നാ വില? ആ വെജിറ്റബിൾ കച്ചവടക്കാരൻ എന്നെ മിടുക്കാനാണെന്നറിയാവോ? ചെറുപ്പക്കാരൻ. അവൻ പറഞ്ഞു കേൾക്കണോ? എൻ്റെ സാറ് എന്തിനാ ചോദിക്കുന്നത്? കിലോയ്ക്ക് 40 രൂപയേ ഉള്ളൂ. എന്തുകൊണ്ട് വില കൂടുന്നു? ലോകം മുഴുവൻ, ഇന്ത്യ തന്നെയല്ല, ഒരു ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെ ഒന്നും കുഴപ്പമല്ല. ഇത് വചന നിവൃത്തിയാ. എന്താണെന്നറിയാമോ? ലോകത്ത് ഈ ഇരിക്കുന്ന വിശുദ്ധന്മാർ മാറിക്കഴിയുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കൾ ഒരുത്തൻ നിയന്ത്രിക്കും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, കുഞ്ഞാട് 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിര കണ്ടു. അടുത്ത വാക്യം കേട്ടണം. അതിന്മേൽ ഒന്ന് വായിച്ച കുഞ്ഞ് വേഗം വായിക്കണം. വെളിപ്പാട് 6:3. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന്. അടുത്ത വാക്യം 3-ാം മുദ്ര വായിച്ച് 6:5. അവൻ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം കേട്ടോണം. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവനെ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. നോക്കിക്കേ, ലോകം മുഴുവൻ ഒരു തുലാസ്. 197 രാജ്യങ്ങൾക്കും 1 വെയ്മൻ സ്കെയിൽ. അടുത്ത വാക്യം. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്. വില നിശ്ചയിക്കുന്നത് അവനാ. അടുത്ത വാക്യം. ഒരു പണത്തിന് 3 ഇടങ്ങഴി. ലോകത്തിൽ അന്ന് ജീവിക്കുന്ന ഏത് മിടുക്കൻ ജീവിച്ചാലും, ഏത് മിടുക്കി ജീവിച്ചാലും 100 ഗ്രാം കാപ്പിപ്പൊടി വേണമെങ്കിൽ ഇവന്റെ അന്ന് ലോകം ഭരിക്കുന്ന ഭരണകർത്താവിന്റെ പേരാണ് പിശാച്, എതിർ ക്രിസ്തു, 1 വേൾഡ് റൂളർ. അവന്റെ അനുവാദമില്ലാതെ 1/2 കിലോ പഞ്ചസാര കിട്ടത്തില്ല. അവനത് നിയന്ത്രിക്കുന്ന സംവിധാനം 2011 വന്നു കഴിഞ്ഞു. ഇന്ത്യ ഗവൺമെന്റ് മുതൽ അമേരിക്കക്കാർ വരെ തുറിച്ചു നോക്കുന്നു. ഞാനോട് പറയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതൽ അമേരിക്കൻ നാഷണൽ ബാങ്ക് വരെ വരണ്ടു നിൽക്കുന്നു. ക്ഷാമം. ലോകത്തിലെ മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും അവന്റെ കയ്യിലൊതുങ്ങും. അടുത്തത് മഹാവ്യാധി. വളരെ വിശദീകരിക്കാൻ സമയമില്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. വേഗം വായിക്കാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ മഞ്ഞ നിറം ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ
കലശത്തിന്മേൽ അധികാരം കൊടുത്തു. കലശമൊന്നുമല്ല, കാലാംശത്തിന്മേൽ അധികാരം കിട്ടി. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, കാലം 1 വർഷം, കാലാർത്ഥം 6 മാസം, കാലാംശം 3 മാസം. അപ്പോൾ വേറൊരു എഡീഷൻ കാണാം. ഭൂമിയുടെ 4/1 ഈ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് 3 വർഷം കഴിയുമ്പോൾ അന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നവർക്ക്, എൻ്റെ വ്യക്തിപരമായ പേരാണ് നിർഭാഗ്യവാന്മാർ, രക്ഷയെക്കുറിച്ച് സൈവം ഭാഷയും ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാർ അലച്ചു പറഞ്ഞിട്ടും കേൾക്കാത്തവർ. നോക്കിക്കോണം, അന്ന് ജീവിക്കുന്ന 4/1 ആളുകൾക്ക് ഒരു രോഗം വരും. ആ രോഗം 90 ദിവസം ശരീരത്തിൽ നിൽക്കും. അതാണ് കാലാംശം. കലശമല്ല, കാലാംശം. നോക്കിക്കേ, വിശുദ്ധന്മാരുടെ രൂപാന്തരം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോഴാണ് ഈ മുദ്ര പൊട്ടിക്കുന്നത്. ടൈം പഠിച്ചാൽ അതിന് 3 വർഷം മുമ്പേ എൻ്റെ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. നമ്മൾ സ്വർഗത്തിൽ. ഇവിടെ ഈ മുദ്ര പൊട്ടിക്കുമ്പോൾ അന്നത്തെ ലോകത്തിലെ 4/1 ആളുകൾക്കും 4/1 രാജ്യങ്ങൾക്കും ഒരു മാരക രോഗം വരും. ആ രോഗം 90 ദിവസം നിൽക്കും. 90 ദിവസം കഴിയുമ്പോൾ ആൾ മരിക്കും. എങ്കിൽ ഇത് 2007 ആരംഭിച്ചു. ഗൗരവം മനസ്സിലാക്കുക. ഇന്നേക്ക് 7 വർഷം മുമ്പ് 2007 ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇതിനകത്തുകൊണ്ടത് അനുഭവിച്ചവർ. 2007 ലോകത്തിന് ഇതംപ്രദമായി ഒരു വൈറസ് കണ്ടുപിടിച്ചു. അമേരിക്ക മുതൽ ജപ്പാൻ വരെ 80 രാജ്യങ്ങൾ ഇത് കണ്ടുപിടിച്ചു. ബാക്കിയുള്ള ചെക്ക് ചെയ്തില്ല. അതാത് രാജ്യക്കാർ ഓരോ പേരിട്ടു. എല്ലാം ഒറ്റ വൈറസ്. പ്രിയമുള്ളവരെ, അന്നും ഇന്നും എന്നും ഇതിന് മരുന്നില്ല. മരുന്ന് കണ്ടുപിടിക്കത്തില്ല. ഇതിന് പാരസെറ്റമോൾ കൊടുത്ത് വിടുക അല്ലാതെ ഒരു രക്ഷയില്ല. ഡോക്ടേഴ്സ് ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കറിയാം. ആ രോഗം ഒറ്റ വൈറസ് എല്ലാം ചേർത്തി അനിയെത്തി. സമാന സ്വഭാവം. ഓരോ രാജ്യക്കാർ ഓരോ പേരിട്ടു. ആദ്യം പേരിട്ടത് അമേരിക്കക്കാരാ. അവരിട്ടു H1N1. പിന്നെ യൂറോപ്യൻസും ബ്രിട്ടീഷുകാരും ഒരു പേരിട്ടു ഫിഗ് ഫീവർ. അത് കഴിഞ്ഞ് കിഴക്കൻ യൂറോപ്പുകാരും ഗൾഫുകാരും പേരിട്ടു ഫ്ലൈ ഫീവർ, പറക്കും. കിഴക്കൻ രാജ്യക്കാർ പേരിട്ടു ഗിഡിനസ് ഫിയർ, വിറയ്ക്കുന്ന പനി. വേറെ ചില രാജ്യക്കാർ പേരിട്ടു പ്രൈസ് ദി ലോർഡ്, മഞ്ഞപ്പനി. ഇന്ത്യയും കേരളീയരും പേരിട്ടു ചിക്കൻ ഗുനിയ. മനസ്സിലായോ? ചിക്കൻ ഗുനിയ വന്നവർ ആരെങ്കിലും ഉണ്ട് എന്ന് കൈവക്കാവോ? എങ്കിൽ എനിക്ക് തെളിയിക്കാൻ എളുപ്പമുണ്ട്. സ്വോത്രം. എന്തിനാണെന്നറിയോ കൈവക്കി? ഇവരെയാരെയും ഞാൻ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. അവരോട് ചോദിച്ചോണം. 2007 ഇത് വന്നത്. ആണോ ചായ? 2007 ആദ്യം കേട്ടോണം. അതിന് ഞാൻ 3 മിനിറ്റ് എടുക്കുക. എത്രയും പേര് കൈവക്കിയുണ്ട്? 2007 ഈ ശരീരത്തിൽ ഇത് വന്നത് അതിമാരകമായ ഒരു വൈറസാ. ചെറിയ പുള്ളിയൊന്നും അല്ല. ഇത് കയറി എന്തിനാണെന്നറിയോ? കൈവക്കിയ സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളെ കണ്ടെച്ചൊന്നും പോകാനല്ല, നിങ്ങളെ പെട്ടിക്കകത്ത് കയറ്റാൻ കയറിയതാ. വൈദ്യശാസ്ത്രത്തിന് അത്ര ഭയമാ സാധനം. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ. മനുഷ്യന്റെ ശരീരത്തിൽ ദൈവം നമ്പുരാൻ പോലീസുകാരെയും പട്ടാളക്കാരെയും വെച്ചിട്ടുണ്ട്. കാക്കി യൂണിഫോം ഇട്ട പോലീസ് അല്ല. നമ്മുടെ ശരീരത്തിന്റെ പോലീസുകാരനെ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും രക്തത്തിന്റെ ശ്വേതാണുക്കൾ, അത് പോലീസുകാരാ. അവൻ രോഗാണുവിനെ തീർക്കും, പക്ഷെ അവനും പോകും. എന്നാൽ ശരീരത്തിൽ പട്ടാളക്കാരനെ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ബന്ധുക്കോസുകാർക്കെന്നല്ല, സകല മനുഷ്യർക്കും. പട്ടാളക്കാരന് സയൻസ് ഇട്ട പേരാണ് P53, ബാക്ക്ഗ്രൗണ്ട് പ്രോട്ടീൻ. അവൻ പട്ടാളമാണ്. ഈ കൈവക്കിയവരുടെ ദേഹത്തോട്ട് ഈ വൈറസ് കയറി കൊല്ലാൻ. നമ്മുടെ പട്ടാളക്കാരന് മനസ്സിലായ ചായ അമ്മാമ്മയെ മനസ്സിലായ നിങ്ങളെ കൊല്ലാനാണ്. പട്ടാളക്കാരൻ തിരിച്ച് ഒരു ഇടിയടിച്ച് ഇറങ്ങടാ. മനസ്സിലായോ? ഈ വൈറസ് ചെറുത്തു നിന്നു, ഞാൻ ഇപ്പൊ ഇറങ്ങത്തില്ല. അങ്ങനെ വൈറസും പട്ടാളക്കാരും തമ്മിൽ നടന്ന ഇടിയുടെ ശബ്ദമാ. പനി, വയറ്റുനോവ്, നീര്, അവിടെ നീര്, ഇവിടെ നീര്, ഛർദിക്ക്. എന്നാ അകത്ത് യുദ്ധം, വീട്ടിനകത്തല്ല. ഇത് നോക്കിക്കേ, ഇവർ തമ്മിൽ. ദൈവത്തിന്റെ കൃപ. സയൻസ് കണ്ടുപിടിച്ചു. മലയാളി ശാസ്ത്രജ്ഞന്മാർ ആദ്യം കണ്ടുപിടിച്ചു. അഭിമാനത്തോടെ പറയാം, തിരുവനന്തപുരം രാജീവ് ഗാന്ധി വൈറോളജിക്കൽ ലാബിലെ ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിച്ചത്. 10ാം പക്കം നമ്മുടെ പട്ടാളക്കാരൻ ജയിച്ചവനെ അടിച്ച് വെളിച്ചടിച്ചു. അല്ലേ? കൈവൊക്കെ ഒരു പറയട്ടെ, 10ാം പക്കം പനി പോയി. ഇല്ല ചായ? യെസ്. എന്നാൽ ആ ക്ഷീണം മാക്സിമം 3 മാസം ഉണ്ടായിരുന്നു. ക്ഷീണം, തളർച്ച, ഒരു വല്ലായ്മ, ഒരു ഉത്സാഹക്കുറവേ. എന്നാന്നറിയാമോ? ഒരു പശുവും ഒരാടും പുല്ലിന്റെ പുറത്ത് കിടന്നാൽ 2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് പോയാൽ ആട് കിടന്ന പാടുമായും പശുവിന്റെ പാട് പിന്നെ നിൽക്കും. ഇതുപോലെ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധം അനുസരിച്ച് 3 മാസം വരെ നിങ്ങൾക്ക് ക്ഷീണം. സയൻസ് പറഞ്ഞതാ. 3 മാസം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു കുഴപ്പവും നിങ്ങളുടെ ദേഹത്തില്ല. പിന്നെ ഒന്ന് ഈ മനസ്സിന്റെ വെപ്രാളം, അല്ലെ അച്ചായനെ കൊണ്ട് വെള്ളം കോരിക്കാൻ, റബ്ബർ പാൽ എടുപ്പിക്കാൻ അമ്മച്ചി പറഞ്ഞതാ. അടുത്തതാണ് നമ്മുടെ വിഷയം. ഞാൻ ബൈബിളിലേക്ക് വരുന്നത് കേട്ടോണം. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. TV വഴി, പത്ര വഴി അവർ മുന്നറിയിപ്പ് തന്നു. അതാണ് നമ്മുടെ വിഷയം. ഈ വൈറസ് എങ്ങും പോയിട്ടില്ല. ഏതെല്ലാം രാജ്യത്തിൽ, ഏതെല്ലാം ഗ്രാമത്തിലുണ്ടോ അവിടുത്തെ അന്തരീക്ഷത്തിൽ അതുണ്ട്. അത് ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടൊരു പരിപാടി ചെയ്യുകയാണ്. അവരുടെ ഭാഷയിൽ അതിന് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ശക്തി കിട്ടുന്നു. അതാണ് മുന്നറിയിപ്പ്. ഇനി അത് ദേഹത്ത് കയറിയാൽ 10ൽ കൂടുതൽ ദിവസം നിൽക്കും.
15 20 എത്രയോ ദിവസം നിൽക്കും. നമ്മുടെ പട്ടാളക്കാരൻ അടിച്ചിറക്കും. അങ്ങനെ കയറി ഇറങ്ങിയും 90 ദിവസം ഒരു ശരീരത്തിൽ നിന്നാൽ അവൻ മരിക്കും. അപ്പോൾ തിരുവചനം പറയുന്നു 90 ദിവസം നിൽക്കുന്ന ഈ വൈറസ് 2007 വന്നു. ഇതെവിടെ നിന്ന് വന്നു? സയൻസ് ആണ് പറയേണ്ടത്. ബൈബിളിലുണ്ട് എവിടെ നിന്ന് വന്നു. ഹഗായി പ്രവചനം എടുത്ത് വെച്ചേക്കണം. ഞാൻ പറയുമ്പോൾ വായിക്കണം. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വായിക്കും. മാരകമായ രോഗാണുക്കളായി ഈ കാലത്തുണ്ടാകുന്നത്. ഇതെങ്ങനെ വരുന്നത് കണ്ടുപിടിക്കാൻ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ മിസ്റ്റർ സ്റ്റാൻലി വില്ലർ ഒരു പരീക്ഷണം നടത്തി. പ്രായമുള്ളവർക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കണം. ചെറുപ്പക്കാർക്ക് മനസ്സിലാവും. 5 വാതകം അദ്ദേഹം എടുത്തു. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. 4 വാതകം. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. 4 എണ്ണം അദ്ദേഹം ഒരു ഫ്ലാസ്കിനകത്ത് വെച്ചു. 5-മത് ഒരു മൂലകം കയറ്റി, സൾഫർ. അതിനുശേഷം വൈദ്യുതിയല്ല കടത്തിവിട്ടത്, UV അൾട്രാ വയലറ്റ് കയറ്റിവിട്ടു. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അതിൻ്റെ കൂടെ സൾഫർ ഗന്ധകം പ്ലസ് UV. 5 മിനിറ്റ് പുള്ളി ഫ്ലാസ്കും തല്ലിപ്പൊട്ടിച്ച് ഓഫീസ് പൂട്ടി വെളിച്ചാടി. അതിനകത്ത് ജീവന്റെ ഘടന എന്താണെന്നറിയാമോ? നിങ്ങൾ കസറയിരിക്കുന്നു, ഞാനിവിടെ നിൽക്കുന്ന ജീവനുണ്ട്. അതിൻ്റെ പേരാ DNA, ലൈവ്. DNA-യുടെ ജീവനുണ്ട്. തെളിവ് 2 സാധനമാണ്, പിരമിഡിൻ, പ്യൂരിറ്റിൻ. അതുണ്ടായി എങ്കിൽ പ്രവചനം കേട്ടോണം. ഈ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഉണ്ട്. നമ്മൾ ശ്വസിക്കുന്നത് 79% നൈട്രജനാ, 20% ഓക്സിജനാ. ഹൈഡ്രജനും കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അവരുണ്ട്. കേട്ടോണം. ഒന്ന് വായിക്കാം. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. വേഗം വായിക്കാം. എത്ര കൃത്യമാണെന്ന് കേട്ടോണം. വേഗം വായിക്കാം. അടുത്ത വാക്യം. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് 5 ഇളക്കം. കേട്ടോണം. ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും. അന്തരീക്ഷത്തിലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും ഉണ്ട്. ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും. കഴിഞ്ഞ 30 വർഷം കൊണ്ട് നിരന്തരം അഗ്നിപർവ്വതം പൊട്ടി 5-മൻ സൾഫർ വന്നു. ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിന്റെ 2-മത്തെ തട്ട് 1.5 കോടി കിലോമീറ്റർ കീറി സൾഫർ വന്നു. ശ്രദ്ധിച്ചോ? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിലുണ്ട്. അഗ്നിപർവ്വതം പൊട്ടി 5-മൻ ഗന്ധകം വന്നു. ആകാശം കീറി UV വന്നു. ഞാൻ സകല ജാതികളെ ഇളക്കും. സായിപ്പ് വലിച്ചതുള്ളി, ബ്രിട്ടീഷുകാരൻ വലിച്ചതുള്ളി, മലയാളി അച്ചായൻ വലിച്ചതുള്ളി, അമ്മാമ വലിച്ചതുള്ളി, ജപ്പാൻകാരൻ വലിച്ചതുള്ളി, ലോകത്തിലുള്ള സകല ജാതികളും ഇളകി. ഒടുവിൽ ഇത് സംഭവിച്ചാൽ സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന എൻ്റെ കർത്താവകാശ മേഘത്തിൽ വരും. 1 ക്ഷാമം, നിലക്കയറ്റം. അതുകൂടി പറയാം. 2 പ്രൈസ് ദി ലോർഡ്, മാരകരോഗം. അടുത്തത് ഭൂമി ഉലുക്കം. ഈ പ്രവചനം 2004 ഡിസംബർ 26 നിവർത്തിക്കാൻ തുടങ്ങി. ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാം അതിൻ്റെ സാക്ഷികളാണ്. എന്താണ് ഭൂമി ഉലുക്കൊന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ടൈം പോവും. 2004 ഡിസംബർ 26 നമ്മളെല്ലാം നല്ല ഉറക്കം. നമ്മുടെ പല വീടുകളിലും കേക്ക് ഇരിപ്പുണ്ട്. ചില വീടിൻ്റെ മുറ്റത്തൊക്കെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ക്രിസ്മസ് ആഘോഷം. നല്ല ഉറക്കം. വെളുപ്പിനെ 3:45 ബംഗാൾ ഉൾക്കടലിൽ റിക്ടർ സ്കെയിലിൽ 8.9 ഭൂകമ്പം അടിച്ചു. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം എടുത്തു വെച്ചേക്കണം. ഞാൻ പറയുമ്പോൾ വായിക്കണം. ആ വാക്യം നിവർത്തിച്ചു. ബംഗാൾ ഉൾക്കടലിൽ റിക്ടർ സ്കെയിൽ 8.9 ഭൂകമ്പം. പിറ്റേ ദിവസത്തെ TV വാർത്ത, പത്രവാർത്ത കണ്ട് നമ്മൾ ദുഃഖിച്ചു. നമ്മൾ അവിടെ നിന്നു. ഒരു സുനാമി അടിച്ചു. ഇന്ത്യ, കേരളം ഉൾപ്പെടെ 3 ലക്ഷം പേർ മരിച്ചു. ആ വാർത്തയിൽ നമ്മൾ ഒതുങ്ങി. എന്നാൽ വേറെ 2-3 വലിയ സംഭവങ്ങൾ അവിടെ നടന്നു. ദൂരവ്യാപകമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ആ ഭൂകമ്പം അങ്ങോട്ട് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞില്ല, ഇന്ത്യയുടെ സുന്ദരി കടലിനടിയിൽ 4 അടി ഇരുന്നു. ഇന്ത്യയുടെ സുന്ദരി റോസമ്മയല്ല, ഇന്ത്യയുടെ സുന്ദരിയുടെ പേരാണ് ആൻഡമാൻസ്. ആ മനോഹരമായ ദ്വീപ് തത്സമയം ഉണ്ടായ ഇളക്കത്താൽ ആ ദ്വീപ് 4 അടി കടലിനടിയിൽ ഇരുന്നു. ഇന്ന് അവിടെ ചെന്നാൽ കടൽക്കരയിലെ കെട്ടിടങ്ങളുടെ 1 നില മുഴുവൻ കടലിനടിയിൽ അവിടെ താമസിക്കുന്നത് പാമ്പും വലിയ മത്സ്യവും. ദ്വീപ്
ഇന്ത്യയുടെ ആൻഡമാൻസ് 4 അടി ഇരുന്നു പോയി. ഇത് വിളിച്ചു പറയുന്നത് വേറൊരു സംഭവം നടക്കും. ഈ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിക്കും. വെളിപ്പാട് 6:12. അന്നേരം ലോകത്തിലെ ദ്വീപുകൾ മുഴുവൻ കടലിനടിയിൽ താണു പോകുമെന്ന് സയൻസിൽ കൂടെ തെളിയിച്ചു. അടുത്തത് സുനാമി ഉണ്ടായി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഒരു സാധനമുണ്ട്. ആകാശത്തിലല്ല, ശൂന്യാകാശത്തിൽ. അതിന്റെ പേരാണ് സ്ട്രെയിഞ്ച്ലെറ്റ്. അതിന്റെ വലിപ്പം കടുകുമണിയുടെ വലിപ്പം. അതിന്റെ തൂക്കം 10 ടൺ, 10,000 കിലോ. അത് സഞ്ചരിക്കുന്ന സ്പീഡ് 12 ലക്ഷം കിലോമീറ്റർ 1 മണിക്കൂറിൽ. അങ്ങനെ ഒരെണ്ണം ഇന്ത്യൻ സമുദ്രത്തിൽ വന്ന് പതിച്ചു. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു അത് കടലിനടി ചെന്നിട്ട് കടലിനടി വഴി പോയി ഉത്തരധ്രുവം വഴി 7-8 മിനിറ്റ് കൊണ്ട് പോയി. സംഭവിച്ചത് കേട്ടുകൊള്ളുക. ഉത്തര ധ്രുവം 2.5 ഡിഗ്രി മാറിപ്പോയി. റോഡിൽ കൂടെ ഓടുന്ന ഒരു വാഹനം ടാർ റോഡിൽ നിന്ന് കാന വഴി പോയാൽ എത്ര ഓടും? ഈ ലോകം അതുപോലെ ഇപ്പോൾ കറങ്ങുന്നത്. 2.5 ഡിഗ്രി ഉത്തര ധ്രുവം മാറിപ്പോയി. സമയം നിശ്ചയിച്ചത് ജ്യോതിശാസ്ത്രജ്ഞന്മാരല്ല, തമ്പുരാനാണ് ലോകത്തിന് സമയം നിശ്ചയിച്ചത്. അതിൻ്റെ പേരാണ് സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം. ആ സമയം 2 മൈക്രോ സെക്കൻഡ് മാറി. 2.5 ഡിഗ്രി സ്ലിപ്പായ ഭൂമിയുടെ പുറത്തു നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. ഇത് 2600 വർഷം മുമ്പേ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിച്ചത് കണ്ട തലമുറയോടാ. വായിക്കാം. 13:13 എടുത്തില്ലേ മൈക്കേ പ്ലീസ്. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്നും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. BC 600 പറഞ്ഞ പ്രവചനം നിവർത്തിച്ചത് കണ്ട തലമുറയാണ്. എന്റെ പ്രഭാഷണം കേൾക്കുന്നത് കരങ്ങളെ ഊർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇത് പ്രവാചകന്മാരും പറഞ്ഞതല്ല, ഉപദേശിമാര് പറഞ്ഞതല്ല, ശാസ്ത്രം പറഞ്ഞു. 2.5 ഡിഗ്രി ഭൂമി മാറിപ്പോയി. 2.5 ഡിഗ്രി മാറിയാൽ കാലാവസ്ഥ സമൂലം മാറും. അതാണ് ഗ്ലോബൽ വാർമിന്റെ ഒരു കാരണം. ഓസ്ട്രേലിയക്കാരോട് പറഞ്ഞു പാലക്കാട്ട് വന്ന് ജീവിച്ച് പഠിച്ചോളാൻ. 2014 ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് വരാൻ പോകുന്ന ചൂടിന്റെ പേരാണ് പാലക്കാടൻ ചൂട്. 46 ഡിഗ്രി. കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. ഈ ഭൂമി മഹോദരത്തിലേക്ക് പോവുക. തീർന്നില്ല. ഏഷ്യ പ്ലേറ്റ് ടിബറ്റൻ പ്ലേറ്റ് എന്ന് വിട്ടുപോയി. ആ ഒറ്റ ഭൂകമ്പം സ്ട്രെയിഞ്ച്ലെറ്റ് പോയി. അവൻ ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. 104 സങ്കീർത്തനം 3-ാം വാക്യം. ഈ ഭൂമിക്ക് 7 അടിസ്ഥാനം. അതിന്റെ പേരാണ് എർത്ത് പ്ലേറ്റ്. ഏഷ്യ പ്ലേറ്റ് വിട്ടു. ഹിമാലയം 8 കിലോമീറ്റർ പൊക്കമുള്ളതാ. അത് ഇളകിക്കൊണ്ടിരിക്കുക. ഏഷ്യാനെറ്റ് വഴിയും ഒക്കെ നിങ്ങൾ വായിച്ചില്ലേ? ഏത് സമയത്ത് ഉടഞ്ഞ് താഴെ വീഴാം, എപ്പോഴൊന്നും അവർക്കറിയാൻ മേല. ഞാൻ പറയാം, ദൈവമക്കൾ മാറി 3.5 വർഷം കഴിയുമ്പോൾ കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിക്കും. ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇതെല്ലാം കൂടെ